എൻ്റെ പേര് രമ്യ. ഞാൻ തൊടുപുഴയിലാണ്. ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊന്ന് സെൽഫ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇതുവരെ അത് സാധിച്ചിട്ടില്ല. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. 2022 എടുത്തതാണ് ലൈസൻസ്. ഓടിക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് വണ്ടി സ്വിഫ്റ്റ് എടുത്തു. അതിൽ ഓടിച്ചു. പക്ഷെ എനിക്കൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടി ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് തന്നെയെന്നും പറഞ്ഞ് ഞാനൊരു i10 വണ്ടി എടുത്തു. അതും ഇതുവരെ ഓടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് എന്തായാലും വേറെ ഒന്നും സാധിച്ചില്ലെങ്കിലും എനിക്ക് സെൽഫ് ഡ്രൈവ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഇത്. അങ്ങനെയാണ് ഞാൻ ഇൻസ്റ്റയിൽ റേഹാൻ ഡ്രൈവിംഗ് സ്കൂൾ ആ പേജ് കാണുന്നത്. അങ്ങനെ എല്ലാ വീഡിയോസും ചെക്ക് ചെയ്ത് അവരെ കോണ്ടാക്ട് ചെയ്ത് അപ്പം ഇന്നാണ് എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. എന്നുവെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് ശരിക്കും ഞാൻ അവരോട് താങ്ക്ഫുള്ളാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇന്ന് സെൽഫ് ഡ്രൈവ് ചെയ്തത് അവരിൽ നിന്ന് കിട്ടിയ ഒരൊറ്റ കോൺഫിഡൻസ് കൊണ്ട് മാത്രമാണ്. ആ വണ്ടി എടുത്ത് തന്നെ ഓടിച്ചോ എന്ന് പറഞ്ഞു കിട്ടുന്ന എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് വേണ്ടതും അതാണ്. കാരണം എനിക്ക് അതായിരുന്നു ഇല്ലാതിരുന്നത്. എൻ്റെ കൂടെ ഉള്ളവരെല്ലാവരും വേണോ മീൻസ് അങ്ങനെ ഒരു ഇതായിരുന്നു. ഇത് എനിക്ക് ആ ഒരു കോൺഫിഡൻസ് തന്നു. ഇനി ഞാൻ സെൽഫ് ഡ്രൈവ് ചെയ്യും. കാരണം എനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണ്. എനിക്ക് സെൽഫ് ഡ്രൈവ് ചെയ്യണം. അപ്പം ഞാനത് ഹാപ്പിയാണ്. അല്ല, ഞാൻ ഈ പേജ് വഴിയാണ്, എനിക്ക് പറഞ്ഞാൽ വേറെ പരിചയമൊന്നുമില്ല. ആലപ്പുഴ എനിക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല. പേജ് വഴിയാണ് ഞാൻ കണ്ടത്, കോണ്ടാക്ട് ചെയ്തത്. ഒരു വന്നു. എന്തായാലും നിങ്ങളുടെ ആ ഒരു വേ ഓഫ് സ്റ്റഡിയാണ്, അതാണ് ഏറ്റവും ഇതായിട്ടുള്ള കാര്യം. കാരണം ഈ ഒരു രീതിയിലാണ്. കാരണം ഞാൻ കേട്ടിട്ടുള്ളതും എക്സ്പീരിയൻസ് ചെയ്തതും ഒക്കെ ഡ്രൈവിങ്ങിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനിരിക്കുന്നവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് കാണിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. അവരുടെ ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാ കോൺഫിഡൻസും കളയുന്നത്. പക്ഷെ നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭയങ്കര കൂളായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു പെരുമാറ്റമാണ് ഞങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് അതാ വേണ്ടത്. ആ ഒരു ധൈര്യത്തിൽ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രശ്നമില്ല വണ്ടി ഡ്രൈവ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു കൂളായിട്ടുള്ള ബിഹേവിയറും കാര്യവും എന്തായാലും ഐ ആം വെരി മച്ച് ഹാപ്പി. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എടുക്കും. ഒറ്റയ്ക്ക് ഓടിച്ചു. അതാണ് ഞാൻ നിങ്ങളുള്ളപ്പോൾ തന്നെ എനിക്കതൊന്ന്, കാരണം ഒരു പക്ഷേ നിങ്ങളങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ബ്രദർ പോലും ഇനിയും ഒറ്റയ്ക്ക് പോകണമെന്ന് വേണേൽ ചോദിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളുള്ളപ്പോൾ തന്നെ അവർ പറഞ്ഞു എന്നോട് വണ്ടി എടുത്തോന്ന്. ആ ഒരൊറ്റ ഇതിൽ ആ ഒറ്റ തവണ ഓടിച്ചത് കൊണ്ട് ഇനി എനിക്കൊരു പേടിയില്ല. തന്നെ ഓടിക്കാൻ എനിക്കൊരു പേടിയില്ല. പിന്നെ ഞാൻ ഓടിച്ച് പ്രാക്ടീസ് ആക്കി എടുക്കും. താങ്ക് യു. ഇവിടെ കടന്ന വണ്ടിയല്ലേ, അതിന് ഓടി വരുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് കടന്ന് ഇവിടെ സ്ട്രൈറ്റ് ആക്കി വെക്കണം. എത്തി നോക്കരുത് കേട്ടാ. സീറ്റ് എല്ലാം കറക്റ്റ് ആണോ നോക്കി സമാധാനത്തിന് മതി. അങ്ങോട്ട് ചെല്ലണം. ഇവിടുന്ന് ഓടി അവിടെ ചെല്ലണം. പതുക്കെ ധൃതി കാണിക്കരുത്. റൈറ്റ് സൈഡ് മിററെല്ലാം നോക്കിക്കോണം കേട്ടോ. പതുക്കെ മതി, ധൃതി ഇല്ലാതെ. കഴുത്തേക്ക് നോക്കിയാൽ ഞങ്ങളെ പിടിച്ച് ഓടിക്കും. അത്രയൊന്നും പോകണ്ട, ഇവിടെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ നോക്കിയാ ഒന്നുകൂടെ റിവേഴ്സ് ബ്രേക്ക് ചെയ്താൽ മതി. അതിനല്ല ഒന്ന് എത്തി വലിഞ്ഞ, അതുകൊണ്ടൊന്നും ആ പെടലിയാള് പിടിച്ച് അതിനകത്ത് പിടിച്ച് കെട്ടിയിടും. എന്തിനാ എത്തി നോക്കാനായിട്ട് ഒരു വിഷ്വലും ഇല്ല നമുക്ക് കാണാനായിട്ട്. ഈ താഴെ കിടക്കുന്ന സാധനം കാണാൻ വേണ്ടി എത്തി നോക്കുന്നത്. ഒരുപാട് മുന്നോട്ട് പോവാതിരിക്കാൻ നോക്കും. ഗേറ്റിന് മുന്നേ വണ്ടി ഇപ്പുറത്ത് വരട്ടെ നമ്മുടെ സൈഡിൽ. ഇൻഡിക്കേറ്റർ പോലെ
നിർത്തി കൊടുക്കാം. നിർത്തി കൊണ്ടുപോവാ, സൈഡിലേക്ക് കൊണ്ടുപോവാ. ഒരുപാട് മുന്നിൽ പോകാൻ നമുക്ക് പറ്റില്ല കേട്ടോ. അവിടെ നോക്കാം എങ്ങണ്ടാ അവിടെ നിർത്തി, അവിടെ നിർത്തി മുന്നിലേക്ക് പോകുന്ന ഈ കാണുന്നു. വീല് നേരെയല്ല. ആ കടന്നു പോയി ഇത് കണ്ടാ ഇങ്ങനെ പോരാ. ഡ്രൈവ് ഇത് കടന്നു പോകരുത്, ഇത് കടന്നു കിട്ടൂല. ഇത് കടന്നു പോകാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് പിന്നെ നേരെ കാട്ടി കൊണ്ടുവന്നു കണ്ടാ. അപ്പൊ ഇനി കുഴപ്പമില്ല, എനിക്ക് കയറിക്കോളൂ. ഇനി അവിടെ പാരലാണ് ബ്രേക്ക് അവിടെ മാത്രം നോക്കും. ആയാ ആയാ ബ്രേക്ക് പിടിച്ചു, ബ്രേക്ക് പിടിച്ചു. ഇവിടെ ആയാ ഓക്കെ ആയാ. ആ ഓക്കെ, നേരെയാക്കി ഇറക്കിക്കോ. നീല് നേരെ ബ്രേക്ക് ചെയ്ത് പിടിച്ചോണ്ട് തന്നെ നീല് നേരെ. അവന് ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് അവനോട് ചോദിച്ചു. ഏത് സൈഡാ തിരഞ്ഞു നടക്കുന്നത്? അല്ല അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടല്ലോ. സൺഡേ നടക്കി പുറത്തിറക്കി തരും. എങ്ങോട്ട് മാറ്റി ഓക്കെ, ഇച്ചിരി പുറകോട്ട് ഇറക്കി. എന്നിട്ട് വീണ്ടും നിർത്തി. എന്നിട്ട് രണ്ട് സൈഡ് ഒന്നുകൂടെ നോക്കും. ഓക്കെ ആണ്. ഓക്കെ വീണ്ടും നിർത്തി നോക്കും. നിർത്തി അങ്ങനെ നിർത്തി രണ്ട് സൈഡും വെക്കുക. ഏതെങ്കിലും സൈഡിലേക്ക് മാറി പോകുന്നുണ്ടോ നോക്കും. നിർത്തിയിട്ട് നോക്കുക. ഏതെങ്കിലും സൈഡ് വണ്ടി ചേർന്ന് പോകുന്നുണ്ടോ. ആണല്ലോ കണ്ടാ. അങ്ങനെ എത്തിച്ചാൽ മതി. ഇതിനകത്ത് വന്നാൽ നമ്മുടെ പാപ്പ എത്ര സമയം എടുക്കും. ബാക്ക് ഇറങ്ങുമ്പോൾ നോക്കിയേ. അതിന് ആ മിറർ പറഞ്ഞു കൊടുത്താൽ മതി ശംഭു. ആ പില്ലർ മിറർ പറഞ്ഞു കൊടുത്തിച്ചായി. എത്ര ഇറങ്ങുന്നതെന്ന് നോക്കിയിട്ട് അത് പറഞ്ഞു കൊടുത്തിച്ചായി. പെടലി വെച്ച് എത്തി നോക്കല്ലേ. അമ്പു ഒറ്റ ടേക്കിന് കയറ്റേ. അമ്പു ഒറ്റ ടേക്കിന് കയറിയോട്ടെ. നിർത്തി ഓടിച്ച് ഒറ്റയടിക്ക് ഒറ്റയടിക്ക് കയറ്റുന്നേ നല്ലത്. എന്താ അല്ല നല്ലത്. മാക്സിമം ചേർത്ത് പിടിക്കുന്നതിന്. ഈ സൈഡ് ഇത്തിരി അടിപ്പിച്ചൊന്നും കൊണ്ടുവന്നു. ഈ സൈഡ് അപ്പൊ അത്ര ടെൻഷൻ വരത്തില്ല. മതി. എന്നിട്ട് നേരെ അടിക്കുക. ഇപ്പൊ കരിഞ്ഞ് കിടക്കുക. നേരെ ഇത് ഇങ്ങനെ വണ്ടി വരുന്നത്. നോക്ക് 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 നോക്ക്. വണ്ടി എങ്ങോട്ടാ കിടക്കുന്നത്? അപ്പൊ എങ്ങോട്ട് തിരിക്കണം? നേരെ ആ പുറകോട്ട് കൊടുക്കാം. മതി. ഇച്ചിരി പുറകോട്ട് കൊടുക്കാം. അപ്പൊ വണ്ടി നേരെ വെക്കണം. ബോഡി നേരെ ആകുന്നിടത്ത് നിർത്തി വീണ് നേരെ ആകും. ബോഡി നേരെ ആകുന്ന ഇത് ഇനി ടോട്ടലായിട്ട് നോക്കും. നേരെ ആയിട്ടില്ല. അപ്പൊ ഇച്ചിരി കൂടെ പുറകോട്ട് ഇറങ്ങി. ഇപ്പോഴാ എന്ത് തോന്നുന്നു? ഈ ഒരു വിഷ്വല് മാത്രം നോക്കിയാൽ മതി. ഈ മതിലും ഇതുമായിട്ട് നേരെയാണോ ചരിഞ്ഞാണോ. അപ്പോൾ വീട് നേരെയാണ്. ഒരു റൗണ്ടോടെ കറങ്ങി ഇങ്ങോട്ട് മതി. ചുമ്മാ ഒന്ന് പുറകോട്ട് പോരട്ടെ പോരട്ടെ പോരട്ടെ. പയ്യെ 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 നിർത്തത്. ഈ നിർവ് വേണ്ട. ഇതിന് പാരലാണ് എടുത്ത് വെച്ച് നിർത്തിയത്. അതിനും ആയില്ലേ ഫുള്ള് ഇങ്ങോട്ട് തിരിച്ചാ. എന്നിട്ട് ഇവിടെ നോക്കിക്കോ. ഈ ബോഡി ഈ മതിലെ ഇരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി. പയ്യോ നോക്കിയാണല്ലോ പിടിക്കൂലല്ലോ. ഇത് നിർത്തും സമാധാനത്തില്ല. ഇനി അടുത്ത നിർത്ത് നോക്കിക്കോണേ. ആ പില്ലറിൻ്റെ നേർക്ക് നമ്മുടെ വണ്ടി വരുന്നിടത്ത് നിർത്താം.
എടുക്കല്ലേ, ഞാൻ പുറകോട്ട് പോയിക്കോട്ടെ. അപ്പോൾ പതിയെ വാ. അത് ഇച്ചേർത്ത് നേരത്തെ വരുമ്പോഴേ പയ്യെ പയ്യെ വാ. വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. വന്നില്ല, വന്നു വേറെ എവിടെയും നോക്കരുത്. വന്നാ നോക്കിയത് എവിടെയാണ്? അതിൽ നോക്കരുത്, ഇതിൽ നോക്കാം. എന്തിനാ അറിയാമോ? അത് ഉറപ്പിക്കാൻ പറ്റില്ല. ഇതിൽ നോക്കിയാൽ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലായി അവിടെയാണ് നോക്കുന്നത്. നേരെയാണ് ബ്രേക്ക് ചെയ്യാൻ, നേരെയാണ് നിർത്തി. ശരിയല്ലേ? കറക്റ്റല്ലേ? എന്നിട്ട് വീട് നേരെ. ആ ഓക്കെ. നേരെ പുറകോട്ട് ഇറക്കി, ഒന്നും നോക്കണ്ട, 2 മിറർ നോക്കി. ഫ്രണ്ടോട്ട് ഇറങ്ങിയാലും കുഴപ്പമില്ല. പിന്നെ ബ്രേക്ക് ഇടണം. ചുമ്മാ പോലെ നിർത്ത്. എനിക്ക് അവിടെ നിന്ന് ഒതുക്കി വിടുന്നു ഈ വണ്ടി റിവേഴ്സിൽ. അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ പയ്യെ ഇവിടെ ഇട്ട് നിർത്തി തിരിക്കണ്ട. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എത്ര ദൂരത്താണ് നോക്കിയാൽ പയ്യെ പയ്യെ വണ്ടി സ്ഥലത്ത് വരണം. വണ്ടിയുടെ ബാക്കാണ്. നമ്മൾ ഫ്രണ്ട് ഓടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് വന്ന് സൈഡ് ഓടിച്ച് നേരെ ആക്കി തന്നാൽ മതി. മേഡത്തിന് പുറകിലേക്ക് നിൽക്കുന്നുണ്ടോ? എങ്ങോട്ട് മാറിയാൽ കിട്ടും? ഇവിടെ ഈ സൈഡിലാണ് ഒതുക്കാൻ പോണേ. ആ മിറർ വിട്ടേക്ക്, അത് ഓപ്പൺ റോഡാണ്. ഞാൻ ഇവിടെ ഒതുക്കാൻ പോകണം. ഈ മിററിൽ കൂടെ നോക്കി എങ്ങോട്ട് മാറിയാൽ എനിക്ക് ഇവിടെ ഒരു കാഴ്ച കിട്ടും. അപ്പോൾ അങ്ങോട്ടൊന്ന് തിരിച്ചു നോക്കും. എന്നിട്ട് പയ്യൊന്ന് പുറകിലേക്ക് ഇറക്കി നോക്കും. വണ്ടി വരുന്നുണ്ടോ? അപ്പോൾ കൂടുതൽ വീട് കൂടും. എന്നിട്ട് വീണ്ടും പയ്യൊന്ന് ഇറങ്ങി നോക്കും. എപ്പം നേരെ ഒരു കാഴ്ച കിട്ടുമ്പോൾ അവിടെ വണ്ടി നിർത്തി. കിട്ടിയാ? വീട് നേരെ അവിടെ നിൽക്കട്ടെ. ന്യൂട്രലാക്കി ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യാം. എന്നിട്ടൊന്ന് ഇറങ്ങി വന്നേ. അല്ല ഇറങ്ങി വാ. ഓടിക്കാനാണ് 2 റൗണ്ട് ഇവിടെ ഇട്ട്. ഇങ്ങോട്ട് വാ. മേഡം നോക്കി ഈ സൈഡിൽ എങ്ങനെയാണ് വണ്ടി നിൽക്കുന്നത്? നേരെയാണോ ചരിഞ്ഞാണോ സൈഡിലാണോ നിൽക്കുന്നത്? അല്ലേ? അല്ല ഞാൻ എന്ന് പറയുന്ന കേട്ടിട്ട് മൂളാൻ നിൽക്കുക. ശരിക്കും മേഡം സ്വന്തമായിട്ട് നോക്കും. അല്ലേ? നമുക്ക് ഇത്ര സമയം എടുക്കാനേ ഇവിടെ പറ്റുള്ളൂ. ഇപ്പോൾ ഈ സൈഡിൽ ഇപ്പം എങ്ങനെയാണെന്ന് മനസ്സിലായോ? ശരി, ഒന്നുകൂടെ പുറത്തിറക്കിയിട്ട് ഇതുപോലെ ഇവിടെ വണ്ടി ഒന്ന് ഇട്ട് തരണം എനിക്ക്. ഞാൻ പറയുന്നിടത്ത് കൊണ്ടൊന്ന് നിർത്തണേ. അല്ല നേരെ മുന്നോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരരുത്. ഇങ്ങോട്ട് വാ. നീ ഇവിടെ കൂടെ വാ. സമാധാനമായിട്ട് വന്നാൽ മതി. ഇപ്പൊ ആലോചിക്കുന്നത് എന്താ പറയാ, ഒരാവശ്യമില്ലാത്ത ആവശ്യമായി ഇപ്പൊ ഇത് അല്ല. അതെ അതെ. ഇവിടെ വാ. എത്തി നോക്കല്ലേ. കല്ല് കിടക്കുന്ന കണ്ടോ? എനിക്ക് ആ സൈഡ് ഒതുങ്ങി നേരെ ആക്കി നിർത്തി തന്നാ ഞാൻ മാറിയില്ലേ വണ്ടി. ഓക്കെ ആണോ? നോക്കാമോ? അപ്പോൾ ഇവിടെ ഇട്ട് തിരിച്ചൊന്നും തീർക്കണ്ട.
മാക്സിമം സ്ലോയിൽ വണ്ടി നീക്കണം. നീങ്ങുന്നോറും മേഡം ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഈ വണ്ടിയുടെ ബാക്ക് ചരിയണം. ചരിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മേഡത്തിന് എങ്ങോട്ടാണോ വ്യൂ കിട്ടുന്നത് അങ്ങോട്ടേക്ക് നിവരണം വേണ്ടി. അത്രയും സമയമുണ്ട്, കാരണം അടുത്തല്ല അത്. കാണാമല്ലോ ഇത്ര ദൂരത്താണ്. ഓടി എടുക്കാനുള്ള സമയം മേഡത്തിനുണ്ട്. നിരങ്ങിയാണേലും ചരിഞ്ഞ് ആ ആംഗിളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് നേരെയാണ് അല്ലേ, നമുക്ക് പോകേണ്ട സ്ഥലം ലെഫ്റ്റിലേക്ക് മാറിയാണ്. ഈ വണ്ടി ഉരുളും തോറും ലെഫ്റ്റിലേക്കൊന്ന് മാറണം. മാറിയെന്ന് മേഡത്തിന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിവരണം അവിടെ. എങ്ങോട്ടാണ് നീങ്ങുന്നതെന്ന് നോക്കും. അത് നിർത്ത്, തെറ്റിയും തോന്നിയാൽ നിർത്ത്. എന്നിട്ട് പിന്നെയും കറക്റ്റ് ചെയ്തു പയ്യെ വിട്ടു തിരിച്ചുകൊണ്ടിരിക്കരുത് മേഡം. ഇപ്പം മാക്സിമം തിരിച്ചു വെച്ചു മേഡം. അവിടെ ചേരാവുന്ന അത്രയും സൈഡ് കിട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരുന്നു നേരെയാക്കി. കണ്ട, ഇനി പുറകിലേക്ക് പോകുന്നവരും ആ സ്പേസിലേക്ക് പയ്യെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എങ്ങോട്ടാണ് മാറേണ്ടത് നിന്ന് തന്നെ ചെയ്യല്ല. അവിടെ സ്ക്രീനിൽ നോക്കരുത്. സ്ക്രീനിൽ നോക്കി അത് കാണാൻ പറ്റില്ല. നിർത്തി എന്നിട്ട് നോക്കി ശരിയായിട്ടാണോ പോകുന്നത്. ഇവിടം വരെ കൊണ്ടുവന്നത് ഓക്കെ. ഈ സൈഡ് കറക്റ്റായിട്ടല്ലേ സൈഡിൽ നിൽക്കുന്നത്? ആണോ അല്ലേ? ആണ്. ഇനി ഈ വണ്ടി എന്തിയാണ്, എങ്ങോട്ട് മാറണം? അന്ന് എങ്ങോട്ട് മാറേണ്ടി വരും? ഞാൻ പറയുന്നത് കേട്ടിട്ട് മേഡം ചെയ്യാൻ നോക്കണ്ട. മേഡത്തിൻ്റെ സ്വന്തം യുക്തി ഉപയോഗിച്ചു. ഇനി ഇച്ചിരി മാറിക്കാം. ഇതൊക്കെ പയ്യെ വഴി തെളിഞ്ഞു വരും. പയ്യെ പതിയെ നീങ്ങട്ടെ. നിൽക്കട്ടെ. ഇനി സ്പീഡിലാണ് നീങ്ങുന്നത്. മതി നോക്കി ആയാ നേരെ ആക്കി. വീണ്ടും പുറകിലേക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഒരു വീതി ഇല്ലാത്തൊരു സ്ഥലത്ത്, വട്ടം തിരിഞ്ഞ് പോകേണ്ട ഒരു സ്ഥലത്ത് മാത്രം നമ്മൾ അങ്ങനെ ഒരു ടേൺ എടുക്കുകയുള്ളൂ. ഒരു ജംഗ്ഷൻ ആണെങ്കിലും ലെഫ്റ്റ് എപ്പോഴും തിരിയേണ്ടത് ഇങ്ങനെ ഒരു പോലെ, ഒരു ഹാഫ് സർക്കിൾ പോലെ നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത്. നേരെ ചെന്ന് ഇങ്ങനെ തിരിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. 90 ഡിഗ്രി ടേൺ എടുക്കില്ല. ഇങ്ങനെ എൽ ഷേപ്പിലല്ല തിരിഞ്ഞു പോകേണ്ടത്. ഇങ്ങനെ കർവ് പോലെയാണ് നമുക്ക് ഇങ്ങനെ ചരിഞ്ഞാ വന്ന് ആ സ്പേസിൽ കയറേണ്ടത്. അത് പിടികിട്ടിയ. അതുകൊണ്ടാണ് മേഡത്തിന് ഇവിടെ മാക്സിമം സൈഡ് കിട്ടാതെ പോയത്. ഇത്ര സ്പേസ് വൈഡായി കിടക്കുന്നുണ്ട മേഡം. ഈ മെറിൽ കൂടെ നോക്കിക്കാം. വണ്ടി എത്ര സ്പേസിൽ നിന്ന് എത്ര മാറിയാ നിൽക്കുന്നതെന്ന് നോക്കിയാൽ ശരിയല്ലേ? ആ ഒരു ബൈക്കിന് വേണ്ടി നമ്മൾ എടുത്ത മിസ്റ്റേക്ക് കൊണ്ടാണ് അത് പറ്റിയത്. നമ്മൾ ചെയ്തേ അത് തിരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഒറ്റയടിക്ക് പെർഫെക്ഷൻ ആക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. സൈഡ് ഒതുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അത് മാത്രമേ ഉള്ളൂ. എവിടെ വെച്ച് ഈ വണ്ടി ഇറക്കാൻ പറ്റും ആ സ്പേസിലേക്ക് ചരിച്ച് കിട്ടണം വണ്ടിയെ. ഓക്കെ, പോവാം. ഇപ്പം വേണം നോക്കിയാൽ മുന്നിൽ ഒരു കമ്പ് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അത് കാണാൻ മേലെ എവിടെയാന്ന്. അപ്പൊ മുന്നിലേക്ക് പോകുമ്പോഴേ അതിനെ ഒഴിവാക്കി തിരിച്ചേ പുറത്തിറക്കാൻ പറ്റുള്ളൂ മേഡത്തിന്. അപ്പൊ ചെയ്തു മുന്നിലേക്ക് നീങ്ങാൻ നോക്കാതെ വണ്ടിയുടെ ഡയറക്ഷൻ അവിടെ നിന്ന് മാറ്റാൻ പറ്റണം നമുക്ക്. അത് എപ്പോൾ ഔട്ടറിലേക്ക് ആയി തോന്നുന്നു അവിടെ വെച്ച് വണ്ടിയെ സ്ട്രൈറ്റ് ചെയ്തു. അത് തന്നെ. ആ കാറിനെ തലേ വെക്കണ്ട. നമുക്ക് വരേണ്ട സ്ഥലം ഇവിടെയാ. അവന്റെ വഴി കൂടെ പോയിക്കോളും. ഇരിക്കുവോ ഞാൻ ഓടിച്ചോളൂല്ലോ? ഉറപ്പല്ല? ഞാൻ അടുത്തൊരു സ്ഥലം കൂടെ പറയാവേ. അവിടെ കൂടെ ഒന്ന് നിർത്തി തരണം എനിക്ക്. ആരെങ്കിലും ശല്യം ചെയ്തിട്ടാണോ കയറി പോകുന്നത്? ഫോണടിച്ച് ശല്യം ചെയ്യുന്നുണ്ടാ? ഇനിയൊരു ട്രാഫിക് തിരക്കുള്ള സ്ഥലം വരുമ്പോൾ മാത്രം മേഡം മൂവ് ചെയ്യുന്നത് പതിയാണെങ്കിൽ ഒരാൾ ഫോണടിച്ച് ശല്യം ചെയ്യും. ഓക്കെ, അപ്പോഴും അത് പേടിക്കുകയല്ല വേണ്ട. എനിക്ക് ഇങ്ങനെ ഓടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിന്നോണം. ആക്റ്റീവ് ഇരിക്കുന്നുണ്ട് അവിടെ മുന്നിൽ. അതിന്റെ സൈഡിൽ ഒരു സ്ഥലമുണ്ട് ആ ബിൽഡിങ്ങിന്റെ അവിടെ. എനിക്ക് അവിടെ നിന്ന് ഒതുക്കി നിർത്തണം ഈ വണ്ടി. അത് ഇൻഡിക്കേറ്റഡ് ഇടിക്കാനുള്ളതാണ്. ആക്റ്റീവ് മാത്രമാണ്. അതെ, ആ സ്പേസിൽ. അപ്പൊ ആക്റ്റീവ് മാത്രമേ ഇടിക്കാനുള്ളൂ. മാക്സിമം സ്ലോ ചെയ്ത് വണ്ടി സൈഡ് ഒതുക്കി കൊണ്ടുപോകാം. ഇനിയും ഒതുങ്ങിയില്ല. ഒതുങ്ങട്ടെ ഇനിയും. കണ്ട, ഇനി സമയമെടുത്ത് വണ്ടിയെ നിവർത്തിയെടുക്കും. എപ്പം നിവരുന്നെന്ന് തോന്നുന്നു അവിടെ നിർത്തിക്കൂ. പിന്നെ നീങ്ങണ്ട മുന്നിലേക്ക്. ഓക്കെയാണ്.
ഇപ്പൊ മേഡം നോക്കിയാ ഈ വണ്ടി എങ്ങനെയാ നിൽക്കുന്നത് നോക്കിയാ. കണ്ട ഒരുപാട് സ്പേസ് എടുക്കാതെ മാക്സിമം അടുത്ത് വന്ന് വണ്ടി നിന്ന് കണ്ട കിട്ടുന്നുണ്ടോ? ഇങ്ങോട്ട് ചരിഞ്ഞത് വരെ ഓക്കെ. എന്നിട്ട് ബ്രേക്ക് ചെയ്ത് ഇത്തിരി സമയം എടുത്ത് വണ്ടിയെ സ്ട്രൈറ്റ് ചെയ്തെടുത്തു. നീങ്ങിക്കൊണ്ട് സ്ട്രൈറ്റ് ചെയ്യാൻ നോക്കണ്ട. ഒരു ഡ്രൈവറിന് മാത്രമേ പറ്റുള്ളൂ ഉരുളിച്ചേല് വണ്ടിയെ നേരെയാക്കി എടുക്കാൻ. അത്രയും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പം കുറച്ചുകൂടെ സമയം എടുത്ത് വണ്ടിയെ നിവർത്തി എടുത്തു. ഓക്കെയാണ്. ഇനി ഇവിടുന്ന് പുറത്തു പോകണമെങ്കില നീക്കിക്കൊണ്ട് നേരെയാക്കാൻ നോക്കരുത്. ഒന്നും ബെൻഡ് ചെയ്ത് പുറത്തിറങ്ങാനേ നോക്കാവുള്ളൂ. ഒരിത്തിരി തിരിച്ചു വെച്ചാൽ മേഡത്തിന് ഉറപ്പുണ്ട് വണ്ടി ചെറുതായിട്ടെങ്കിലും ചരികി വന്നു. ബാക്കി ഓട്ടത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. പോട്ടെ, ഇൻഡിക്കേറ്റർ ഇട്ടോണം. പുറകിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോണം. ഓക്കെ, ഇനി തിരിച്ചുകൊണ്ടിരിക്കരുത്. പിന്നെ ഇത് ഇനി അനങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ. അത് നിർത്ത്. അത് ഞാൻ പറഞ്ഞത് നിർത്ത്. ബാക്കിലേക്ക് പോകണം. എന്താണെന്ന് വെച്ചാൽ മേഡം ഇങ്ങനെ ബ്രേക്കിൽ വെച്ചിട്ട് പയ്യെ കാല് ലൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് പുറകിലേക്ക് പോകുന്നത്. കാരണം വണ്ടി നിരപ്പിലല്ല കിടക്കുന്നത്. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ ബ്രേക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് പെട്ടെന്ന് കാലെടുത്താൽ മതി. അറിയുന്നു മൊത്തം കാലെടുക്കും. ഇപ്പോൾ റോഡ് പോകാത്ത കണ്ടാ നിർത്ത്. ആ കാറും കൂടെ പോട്ടെ. ഇനി പോട്ടെ. നിരപ്പല്ല സ്ഥലമൊന്നും കണ്ട ബ്രേക്കിൽ പിന്നെ പതിയെ റിലീസ് ചെയ്യരുത്.